ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ തന്നെ നോക്കാം കേട്ടോ. കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. ആദ്യം നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ. ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ലെവൽ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറാണ് കേട്ടോ. കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗാർഡൻ ഗ്രീനും ലെമൺ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ കളറിൽ കിട്ടിയിട്ടുള്ളത്. ടിപ്പ് ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ എഡ്ജിലായിട്ട് ഇതുപോലെ കുറച്ച് ലീവ്സ് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഒരു ലൈനായിട്ടൊന്ന് ഈ ഒരു ലീവ്സൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ലൈനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. ഒന്ന് ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ. സെയിം സൈസായിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു ലീവ്സ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേ ലീവ്സ് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ ആയിട്ട് ഒരു ലൈൻ കൂടി ഒന്ന് ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു ലീവ്സ് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലവർ ഡെക്കറേഷൻ കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു ഫ്ലവറിനായിട്ട് എടുക്കുന്ന പെറ്റൽ നോസിലാണ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കളറും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് പിൻ ചെയ്തേക്കാവേ. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് കളർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേ ഫ്ലവർ തന്നെ റെഡ് ആ ഒരു ക്രീമിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഫ്ലവർ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് റെഡ് ക്രീമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്ത സെയിം ക്രീം തന്നെയാണ്. എന്നിട്ട് ബാഗിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു ബഡ്സ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഡിസൈൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് സ്നോ ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫോണ്ടൻറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇടവിട്ടൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഒരു സ്നോ ഫ്ലേക്സ് ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൽ കുറച്ച് സ്റ്റാർസും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റാർസ് എല്ലാം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ഈ ഒരു ടൈപ്പ് ബോൾസ് കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. ഇത് എഡിബിൾ അല്ല കേട്ടോ. നമുക്ക് ഷോപ്പിൽ കേക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ വാങ്ങാനായി കിട്ടും. നമ്മൾ ആ ഒരു ബോൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാവേ. നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഷുഗർ ബോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ആ ഒരു മാറ്ററോടെ ഒന്ന് കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു മാറ്ററും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കേട്ടോ നമ്മുടെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. Thank you.